ഓസ്ട്രേലിയ ഒരു നല്ലൊരു രാജ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രേലിയയിൽ ഒരു മലയാളി കുടുംബത്തിൻ്റെ വിസ നിഷേധിച്ച് അവരെ കുടുംബസമേതം നാട് കടത്താൻ വേണ്ടി ഇമിഗ്രേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് സപ്പോർട്ടീവായിട്ടുള്ള സിസ്റ്റമാണ് ഉള്ളത്. ഇവർ വന്നിരിക്കുന്ന വിസ എന്ന് പറയുന്നത് 482 വിസയാണ്. അത് എംപ്ലോയർ സ്പോൺസേഡാണ്. ഇവർ വന്നിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. 2019 ഇവർ വന്നിരുന്ന് കഴിഞ്ഞിട്ട് അവർ 3 മാസത്തിനുള്ളിൽ തന്നെ അവർ PR വേണ്ടി അപ്ലൈ ചെയ്തു. ഇമിഗ്രേഷൻകാർ അപ്പോൾ തന്നെ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് ഒരാൾ വന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ എല്ലാ പേപ്പറും പരിശോധിക്കും. അപ്പോൾ അവർ കണ്ടു, അതായത് ഈ കുട്ടിക്ക് ഡിസേബിലിറ്റി ഉണ്ട്. പിന്നെ ഈ കുട്ടി ജനിച്ചത് ഓസ്ട്രേലിയയിലല്ല. ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു പാരൻറ്റിന് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഒബ്വിയസ്ലി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവർക്ക് സംരക്ഷണം നൽകും, അവർക്ക് വേണ്ട രീതിയിലുള്ള NDIS എന്ന് പറഞ്ഞാലുള്ള പല പ്രോഗ്രാംസും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഒരുപാട് ഫണ്ടിങ്സ് വരെയും കൊടുക്കുന്നതാണ്. ഇതാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി. ഇതൊന്നും അറിയാതെ ഇവരെ നാട് കടത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നത് വളരെ വേദനാജനകമാണ്. എന്നിരുന്നാലും നമ്മളും നമ്മളുടെ കുട്ടികളുമെല്ലാം ആരോഗ്യവാന്മാരാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. ഇവർക്ക് തക്കതായിട്ടുള്ള സംരക്ഷണവും വിസയും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തുടർന്ന് കൊടുക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരിക്കലും ഒരു വ്യക്തിയെ അങ്ങനെ ഒരു കുടുംബത്തെയോ കൈയൊഴിയുകയില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഓസ്ട്രേലിയ ഒരു നല്ലൊരു രാജ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.